ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്റ്റാൻഡേർഡ് 350 ഷോപ്പിൽ വന്നാണ്. സംഭവം ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യില്ല പറഞ്ഞിട്ടാണ് ഷോപ്പിൽ വന്നത്. അതുപോലെ തന്നെ ടെയിൽ ലൈറ്റിന്റെ ബൾബ് അടിച്ചുകൊണ്ട് പറഞ്ഞിട്ടാണ് ഷോപ്പിൽ വന്നത്. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തി തരാച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന വയറിംഗ് ആണല്ലേ, ഇത് മഡ്ഗാർഡിന്റെ അടിയിൽ കൂടെ പോകുന്ന വയറിംഗ് ആണ്. ഇത് ടെയിൽ ലൈറ്റിന്റെ ഇൻഡിക്കേറ്ററിന്റെയും കണക്ഷൻ വരുന്ന വയറിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ ഷോക്ക് അബ്സർ വീക്കായിട്ട് ടയർ ഒരഞ്ഞിട്ടാണ് ഈ വയറിംഗ് കട്ടായത്. അങ്ങനെ ടെയിൽ ലൈറ്റിന്റെ ബൾബ് പോവുക മാത്രമല്ല, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിന്റെ വയറിംഗിറ്റ് ഏകദേശം ഷോർട്ടായിട്ട് ഉരുകി കംപ്ലൈന്റ് ആവുകയും ചെയ്ത്. അപ്പോൾ ഈ വയറിംഗിന്റെ റേറ്റ് വരുന്നത് 145 രൂപയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ. അപ്പോൾ എന്താ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോന്റെ അവസാനമായിട്ട് ഞാൻ പറഞ്ഞത് എന്താ കാരണം എന്നുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണല്ലേ, ഏകദേശം സോക്കറ്റിൽ നിന്നൊക്കെ വയറ് കട്ടായിട്ട് ഉരുകി ഒരു ഷോർട്ടായതാണ് സംഭവം. ബോഡി എർത്ത് ടച്ച് ചെയ്തിട്ട് ഷോർട്ടായിട്ട് ഉരുകിയതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ബാക്കി പീസ് ഈ ബൾബിന്റെ മുകളിൽ പിടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സംഭവം വയറ് കട്ടായിരിക്കുന്നത്, അതുപോലെ തന്നെ ഹോൾഡർ മൊത്തം ഉരുകിയതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഞാൻ കസ്റ്റമറെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ വയറിങ്ങിട്ട് മാറ്റി പറയുമ്പോൾ വലിയ ചിലവാണ്. അപ്പം 10,000-2000 അടുത്തെങ്ങാനും വരുന്നുണ്ട് വയറിങ്ങിട്ട്. അപ്പം താൽക്കാലികമായിട്ട് ഒരു സൊല്യൂഷൻ എന്നുള്ള ലെവലിൽ ഞാൻ കസ്റ്റമർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. അങ്ങനെ ഈ ഹോൾഡർ പഴയൊരു വയറിങ്ങിട്ടുള്ളതാണ്. അതായത് ഞാൻ ഇതിന്റെ മുന്നേ മാറ്റിയൊരു വയറിങ്ങിട്ടുള്ള ഒരു വയറാണിത്. അപ്പോൾ അതിൽ നിന്ന് ആ കണക്ഷൻ മാത്രം കട്ട് ചെയ്തിട്ട് പിന്നെ ജോയിൻ ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്ത് ബാക്കിലത്തെ വയറിങ്ങിറ്റും കാര്യങ്ങളും മാറ്റം ചെയ്ത് ഹെഡ്ലൈറ്റ് ബൾബ് ഫ്യൂസായ ഹെഡ്ലൈറ്റ് ബൾബും അതുപോലെ തന്നെ ടെയിൽ ലൈറ്റ് ബൾബും ചേഞ്ച് ചെയ്തപ്പോൾ സംഭവം വർക്കായി. അപ്പം അതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യിപ്പിച്ച് അതിനുശേഷം വണ്ടി സ്റ്റാർട്ടായി ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ചെക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഡിമ്മും ബ്രൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതിൽ ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് പറഞ്ഞ ഒരു മിസ്റ്റേക്ക് ഉണ്ടായത് എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണെന്നുള്ള സംഭവം പറഞ്ഞാൽ, ഈ കാണുന്ന ഒരു BS4 വണ്ടിയാണ്. അപ്പോൾ ഈ BS4 വണ്ടി കസ്റ്റമർ എന്ത് ചെയ്ത് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചിന് താൽക്കാലികമായിട്ട് ഒരു സ്വിച്ച് ഫിറ്റ് ചെയ്ത്. അപ്പോൾ ഈ കാണുന്ന സ്വിച്ച് മൊഡ്യൂൾ മാറ്റിയിട്ട് സാധാരണ വയർ കട്ട് ചെയ്യാതെയാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറ്. വയർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മൊഡ്യൂൾ മാറ്റി കൊടുത്താൽ മതി. അപ്പം BS4ന്റെ സ്വിച്ചിന് വരും BS3ന്റെ സ്വിച്ച്. ഈ കാണുന്ന ഒരു ക്ലാസിക്കിന്റെ സ്വിച്ചാണ്. അപ്പോൾ 350 രൂപയാണ് ക്ലാസിക്കിന്റെ സ്വിച്ചിന് റേറ്റ് വരുന്നത്. ഈ കാണുന്ന സ്റ്റാൻഡേർഡ് സ്വിച്ചാണ്. ഇത് വരുന്നത് 305 രൂപയാണ് വരുന്നത്. അപ്പം വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്ന വയർ കട്ട് ചെയ്യാതെ ചെയ്യുന്ന സംഭവമാണ്. അപ്പം വയർ എങ്ങനെ കട്ട് ചെയ്യാതെ ചെയ്യാം എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ഈ സംഭവം എന്താ വെച്ചാൽ, കസ്റ്റമർ സ്വിച്ച് എക്സ്ട്രാ വെച്ചപ്പോൾ ഹെഡ്ലൈറ്റ് ഓഫ് ഓൺ സ്വിച്ച് വെച്ചപ്പോൾ ആ സംഭവം വയർ കട്ട് ചെയ്തിട്ടായി ചെയ്ത്. അപ്പോൾ അതാണ് വിഷയം വന്നത്. നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ആ വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ഫ്രണ്ട്സ്.